ആര് ഭരിച്ചാലും കണക്ക് തന്നെ എന്നൊരു ചൊല്ലുണ്ടല്ലോ. അതങ്ങനെയല്ല. അതാണ് ഈ കാണുന്നത്. അത് നാം കാണണം. നമ്മുടെ അനുഭവത്തിലുള്ളതാണത്. നാടിന്റെ അനുഭവത്തിലുള്ളതാണ്. ആര് ഭരിച്ചാലും ഒരുപോലെയല്ല. നാടിനോട് പ്രതിബദ്ധതയുള്ളവരും കോർപ്പറേറ്റുകളോട് മാത്രം പ്രതിബദ്ധതയുള്ളവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ഇതിലൊക്കെ കാണാൻ കഴിയുക. നാടിനോട് പ്രതിബദ്ധതയുണ്ടായാൽ അതിദാരിദ്ര്യമില്ലാത്ത നാടായിട്ട് മാറും. നമ്മുടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 5 ലക്ഷത്തിൽ പരം വീടുകൾ കിട്ടുന്ന നാടായിട്ട് മാറും. നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ 600-ൽ നിന്ന് 1600-ലേക്കും 1600-ൽ നിന്ന് 2000 എന്നതിലേക്കും മാറും. ഇതൊക്കെ നമ്മുടെ നേരിട്ടുള്ള അനുഭവത്തിലുള്ള കാര്യങ്ങളാണല്ലോ. ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇപ്പം നമുക്ക് പവർ കട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും ധാരണയുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ലോഡ് ഷെഡിങ് എത്ര വരെയായിരുന്നു? നമ്മുടെ കേരളത്തിൽ 4.5 മണിക്കൂർ ലോഡ് ഷെഡിങ് ആയിരുന്നു. ആലോചിച്ച് നോക്ക്, 4.5 മണിക്കൂർ വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ വീടുകളിൽ. ഇനി ബാക്കിയുള്ള സമയം വന്നും പോയും ഇരിക്കും. യോഗഭാഗ്യം പോലെ ഇരിക്കുന്നർത്ഥം. പവർ കട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആ കാലത്ത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള വീടുകളിൽ കത്തുന്ന ബൾബ് അത് കത്തുന്നുണ്ടോ നോക്കാൻ ചൂട്ട് കത്തിച്ച് നോക്കണം. ആ നിലയായിരുന്നു. ഇതൊരു മിന്നാമിനിങ്ങിൻ്റെ തരത്തിലുള്ള വെളിച്ചമാണ് ഇതിനുണ്ട്. ഇതൊന്നും അതിശയോക്തിയായിട്ടുള്ള കാര്യമല്ല കേട്ടോ. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായ കാര്യമാണ്. ഇതായിരുന്നു കേരളം. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ അനുഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2016 മുതൽ 21 വരെയുള്ള കാലം പഴയ കേരളത്തിൻ്റെ പതിവനുസരിച്ചാണെങ്കിൽ പിന്നെ വേറൊരു മുന്നണിയാണ് അധികാരത്തിൽ വരിക. പക്ഷേ 21-ൽ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു നിലവിലുള്ളവർ തന്നെ ഭരണം തുടരട്ടെ എന്ന്. അങ്ങനെ LDF ഭരണം തുടർന്നു. ഇപ്പം നമ്മൾ വൈദ്യുതി രംഗത്തെ കാര്യമാണ് സംസാരിക്കുന്നത്. വൈദ്യുതി രംഗത്ത് നടപ്പാക്കിയ കാര്യങ്ങൾ പൂർണ്ണമായി നല്ല തുടർച്ചയോടെ നടപ്പാക്കുന്ന സ്ഥിതിയുണ്ടായി. ഇത് LDF സർക്കാർ അല്ലെങ്കിൽ ആ മുടങ്ങിയെടുത്ത് കിടക്കുന്നുണ്ടാവും. പള്ളിവാസൽ വിപുലീകരണ പദ്ധതി നമ്മുടെ നാടിൻ്റെ വൈദ്യുതി മേഖലയിൽ വലിയൊരു മാറ്റമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഉൽപാദന പ്രസരണ രംഗത്ത് വലിയൊരു ചുവടുവെപ്പായി ഇത് മാറും. നമ്മുടെ നാട്ടിൽ ഊർജ ആവശ്യങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. അത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ പദ്ധതികളാണ് സംസ്ഥാനത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത്. അതിലൊന്നാണ് പള്ളിവാസൽ വിപുലീകരണ പദ്ധതി. ലക്ഷ്മിയാർ, നല്ലതണ്ണിയാർ, മാട്ടുപ്പെട്ടിയാർ എന്നിവയുടെ സംഗമസ്ഥലത്ത് നിന്നാണ് പദ്ധതിക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാക്കുന്നത്. പള്ളിവാസൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത ഉൽപാദന കേന്ദ്രമാണ്. പക്ഷേ നമ്മളിതിൻ്റെ മുഴുവൻ സാധ്യതയും ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് 60 മെഗാവാട്ടിൻ്റെ ഒരു പുതിയ പദ്ധതി വിഭാവനം ചെയ്തത്. വിഭാവനം ചെയ്യുന്ന കാലത്ത് 268 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് നടപ്പാക്കാൻ സാധാരണ വരുന്ന കാലതാമസമുണ്ട്. അതിതിനും ഉണ്ടായി. ഇപ്പോഴത് 268-ൻ്റെ സ്ഥാനത്ത് 595 കോടി രൂപ ചെലവിലാണ് പദ്ധതി പൂർത്തിയാക്കിയത്. ഇതിൽ നിന്ന് 154 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി അധികമായി ലഭ്യമാക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. 2024 ഡിസംബർ മാസത്തിൽ 30 മെഗാവാട്ട് ശേഷിയുള്ള 2 ജനറേറ്ററുകളുടെ കമേഴ്ഷ്യൽ ഓപ്പറേഷൻ നമ്മൾ ആരംഭിച്ചിരുന്നു. ഇന്നത്തെ ദിവസം വരെ 366 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഇവയിലൂടെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത്
നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടിയിലേറെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. ഈ പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതിൽ നേരത്തെ ബഹുമാന്യനായ വൈദ്യുതി മന്ത്രി പ്രസ്താവിച്ചതുപോലെ പ്രദേശവാസികൾ, തൊഴിലാളികൾ എല്ലാം വലിയ തോതിലുള്ള പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. കേരളത്തിനു വേണ്ടി അവർക്കെല്ലാമുള്ള കൃതജ്ഞത ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തട്ടെ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. 1976 ഫെബ്രുവരിയിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നാടിന് സമർപ്പിച്ചത്. ഇടുക്കി, ചെറുതോണി, കുളമാവ് അണക്കെട്ടുകൾ ചേർന്ന 60 കിലോമീറ്റർ വിസ്തൃതിയുള്ള ജലസംഭരണിയാണ് ഇടുക്കിയുടേത്. 2148 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പദ്ധതിയാണ്. ആ വൈദ്യുതി നിലയം പൂർത്തിയായതോടെ അന്നത്തെ കാലത്ത് നമുക്കുണ്ടായിരുന്ന ധാരണ കേരളത്തിന് ആവശ്യമായ മുഴുവൻ വൈദ്യുതിയുമായി മിച്ച സംസ്ഥാനമായി മാറി എന്നൊക്കെയുള്ള ധാരണയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷെ കാലത്തിൻ്റെ മാറ്റം, നാടിൻ്റെ പുരോഗതി എല്ലാം വന്നപ്പോൾ ഉള്ള അവസ്ഥ നമുക്കറിയാം. കേരളത്തിൻ്റെ സാമൂഹ്യവും സാമ്പത്തികമായ വികാസത്തിൽ ഇടുക്കി അണക്കെട്ട് സുപ്രധാനമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. 780 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി മധ്യ കേരളത്തിൻ്റെ ആകെ കുടിവെള്ള ആവശ്യങ്ങൾ നിറവേറ്റാനും കൂടി പര്യാപ്തമായവയാണ്. ഈ അണക്കെട്ട് പണിയുന്നതിന് പെരിയാറിൻ്റെ ഇരുകരകളിലുള്ള കുറവൻ, കുറത്തി മലകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ശ്രീ കൊലുമ്പനാണെന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. അതോടൊപ്പം ഈ അണക്കെട്ട് യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നമുക്ക് ഈ ഘട്ടത്തിൽ ഓർക്കാം. 1976 വലിയ അണക്കെട്ട് യാഥാർത്ഥ്യമായപ്പോൾ നാം എല്ലാം വലിയ സന്തോഷത്തിലായിരുന്നു. കേരളമാകെ സന്തോഷത്തിലായിരുന്നു. കേരളത്തിൻ്റെ ഊർജ ആവശ്യങ്ങൾ മുഴുവൻ നിറവേറ്റാൻ പര്യാപ്തമായൊരു പദ്ധതി എന്നാണ് അന്ന് ഇതിനെ കണക്കാക്കിയത്. പക്ഷേ കാലം മുന്നോട്ട് നീങ്ങി ഒരു കാര്യം നമുക്ക് മനസ്സിലായി. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമായേക്കില്ല. ആ ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടായി. അതിനെ മറികടക്കാൻ പല ശ്രമങ്ങൾ ഉണ്ടായി. കേരളത്തിൻ്റെ വൈദ്യുതി ഉൽപ്പാദന വിതരണ മേഖലയെ നവീകരിക്കാനുള്ള ശ്രമങ്ങളുമുണ്ടായി. ഇപ്പോൾ നമ്മൾ ലോഡ് ഷെഡിങ്ങിനെ കുറിച്ച്, പവർ കട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരു 30 വർഷം മുൻപുള്ള കേരളത്തിൻ്റെ ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. 1996 നായനാർ ഗവൺമെൻറ്റായിരുന്നു കേരളത്തിൽ അധികാരത്തിലുണ്ടായത്. ആ ഗവൺമെൻറ്റിൽ വൈദ്യുതി മന്ത്രിയായി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അന്ന് കേരളത്തിൽ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും, ഇപ്പം നമുക്ക് പവർ കട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും ധാരണയുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ലോഡ് ഷെഡിങ് എത്ര വരെയായിരുന്നു? നമ്മുടെ കേരളത്തിൽ
4.5 മണിക്കൂർ ലോഡ് ഷെഡിങ് ആയിരുന്നു. ആലോചിച്ച് നോക്ക്, 4.5 മണിക്കൂർ വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ വീടുകളിൽ. ഇനി ബാക്കിയുള്ള സമയം വന്നും പോയും ഇരിക്കും, യോഗഭാഗ്യം പോലെ ഇരിക്കുന്നർത്ഥം. പവർ കട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കേരളത്തിലെ വൻകിട വ്യവസായങ്ങൾക്ക്, EHT വ്യവസായങ്ങൾക്ക് 5% വൈദ്യുതിയായിരുന്നു കൊടുത്തിരുന്നത്. എന്ന് പറഞ്ഞാൽ 95% പവർ കട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായവും നടക്കില്ല. 5% വൈദ്യുതി എന്തിനാ? ഈ വ്യവസായ സ്ഥാപനം അവിടെ ഉണ്ട് എന്ന് കാണിക്കാനുള്ള, രാത്രി ലൈറ്റൊക്കെ ഇടാൻ വേണ്ടിയുള്ളൊരു സാധനം. വേറെ വ്യവസായ ആവശ്യത്തിനൊന്നും പറ്റില്ല. ആ കാലത്ത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള വീടുകളിൽ കത്തുന്ന ബൾബ്, അത് കത്തുന്നുണ്ടോ നോക്കാൻ ചൂട്ട് കത്തിച്ച് നോക്കണം. ആ നിലയായിരുന്നു. ഇതൊരു മിന്നാമിനിങ്ങിൻ്റെ തരത്തിലുള്ള വെളിച്ചമാണ് ഇതിനുണ്ട്. ഇതൊന്നും അതിശയോക്തിയായിട്ടുള്ള കാര്യമല്ല കേട്ടോ, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായ കാര്യമാണ്. ഇതായിരുന്നു കേരളം. ആ കേരളത്തെ പറ്റി അന്നുണ്ടായിരുന്നവർ തന്നെ ഇപ്പം അധികം ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം കാലങ്ങളിങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഈ ഓർമ്മയിലുണ്ടാവില്ല. അന്ന് ലോഡ് ഷെഡിങ് ഇല്ലാത്ത കേരളം, പവർ കട്ട് ഇല്ലാത്ത കേരളം എന്നത് ഒരു സ്വപ്നം മാത്രമാണ്. പക്ഷേ അന്നത് യാഥാർത്ഥ്യമായി. കേരളത്തിലെ KSEB എന്നത് അന്നത്തെ അനുഭവത്തിൽ സാധാരണ നമ്മളെ നാട്ടുമ്പുറത്തെ ചായക്കച്ചവടക്കാരൻ്റെ മാനേജ്മെന്റ് വൈഭവം പോലും ഇല്ലാത്തൊരു സ്ഥാപനമായിരുന്നു. എന്നാൽ ആ സ്ഥാപനം മികവാർന്ന രീതിയിൽ പ്രവർത്തിച്ചു. എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. നിശ്ചിത പദ്ധതികൾ ഏത് തീയതിയിലാണ് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞത് എങ്കിൽ അതിനു മുൻപ് ആ പദ്ധതി പൂർത്തീകരിക്കുന്നത് കണ്ടു. കെടുകാര്യസ്ഥതയുടെ മൂർത്തീകരണമായിരുന്ന KSEB ആണോ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നാട് തന്നെ ആശ്ചര്യപ്പെട്ടുപോയി. അത്രമാത്രം കാര്യക്ഷമതയിലേക്ക് KSEB ഉയർന്നു. എന്തായിരുന്നു ഫലം? 2 വർഷമാകുമ്പോഴേക്ക് അതേവരെ കേരളം ഉണ്ടായതിനു ശേഷം ഉൽപ്പാദിപ്പിച്ച ആകെ വൈദ്യുതി എത്രയാണോ അത്രയും വൈദ്യുതി നമ്മൾ പുതുതായിട്ട് ഉൽപ്പാദിപ്പിച്ചു. ആദ്യം പവർ കട്ട് ഇല്ലാതായി, പിന്നെ ലോഡ് ഷെഡിങ് ഇല്ലാതായി. അങ്ങനൊരു കാലം കേരളത്തിലുണ്ടായിരുന്നു. പിന്നെ നാം കാണുന്നത് ലോഡ് ഷെഡിങ് ചില സമയത്ത് വരുന്നതാണ്. ആ ലോഡ് ഷെഡിങ് അല്ല നാം അനുഭവിച്ച യഥാർത്ഥ ലോഡ് ഷെഡിങ്. അത്രയും ദുരനുഭവം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത, കേരളത്തിൽ ഒരു തുടർച്ചയുണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ടായാലാണല്ലോ കാര്യങ്ങൾ ഫലപ്രദമായിട്ട് നിർവഹിക്കാനാവുക. ഇപ്പോൾ കേരളത്തിൻ്റെ അനുഭവം എടുത്താൽ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, 2006 LDF സർക്കാർ അധികാരത്തിൽ വന്നു. അന്ന് സമ്പൂർണ്ണ വൈദ്യുതീകരണ നടപടിയിലേക്ക് കടന്നു. അതിൻ്റെ ഭാഗമായി 4 ജില്ലകളിൽ 85 നിയോജക മണ്ഡലങ്ങളിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പാക്കാനായി. 2006 അധികാരത്തിൽ വന്ന ഗവൺമെന്റ് 2011 വരെയാണ്. 2011 മുതൽ 16 വരെ അതിനെപ്പറ്റി പിന്നെ ആലോചനയുണ്ടായില്ല.
അതവിടെ കടന്നു. പിന്നെ ആലോചന തുടങ്ങുന്നത് എപ്പോഴാ? 2016 വീണ്ടും LDF സർക്കാർ അധികാരത്തിൽ വന്നു. അതിൻ്റെ ഭാഗമായി പണ്ട് നടത്തിയ പരിപാടി വീണ്ടും ആരംഭിച്ചു. എന്താ ഫലം? കേരളത്തിലെ എല്ലാ ജില്ലകളും എല്ലാ മണ്ഡലങ്ങളും സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിലേക്ക് നീങ്ങി. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു അനുഭവമാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ അനുഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2016 മുതൽ 2021 വരെയുള്ള കാലം പഴയ കേരളത്തിൻ്റെ പതിവനുസരിച്ചാണെങ്കിൽ പിന്നെ വേറൊരു മുന്നണിയാണ് അധികാരത്തിൽ വരിക. പക്ഷേ 2021 കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു നിലവിലുള്ളവർ തന്നെ ഭരണം തുടരട്ടെ എന്ന്. അങ്ങനെ LDF ഭരണം തുടർന്നു. ഇപ്പം നമ്മൾ വൈദ്യുതി രംഗത്തെ കാര്യമാണ് സംസാരിക്കുന്നത്. വൈദ്യുതി രംഗത്ത് നടപ്പാക്കിയ കാര്യങ്ങൾ പൂർണ്ണമായി നല്ല തുടർച്ചയോടെ നടപ്പാക്കുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെയാണ് നേരത്തെ നമ്മുടെ ബഹുമാനായ വൈദ്യുതി മന്ത്രി പറഞ്ഞ ഒട്ടേറെ നേട്ടങ്ങൾ നമുക്ക് നേടാനായത്. ഇപ്പോൾ വൈദ്യുതി രംഗത്ത് ഏറ്റവും പ്രധാനമാണ് പ്രസരണം കാര്യക്ഷമമാക്കുക എന്നുള്ളത്. നമ്മുടെ കേരളത്തിൽ വൈദ്യുതി വഹിച്ചു കൊണ്ടുവരുവാനുള്ള ലൈൻ അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു എടമൺ കൊച്ചി പവർ ഹൈവേ. ആ പവർ ഹൈവേ മുടങ്ങിപ്പോയതായിരുന്നു. മുടങ്ങുക മാത്രമല്ല, നടപ്പാക്കുന്ന പവർ ഗ്രിഡ് കോർപ്പറേഷൻ പലവട്ടം ഗവൺമെൻറ് അടുത്ത് പോയി ഇത് നടപ്പാകില്ല എന്ന് കണ്ട് അവർ കേരളം വിട്ടുപോയി. 2016 സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പവർ ഗ്രിഡ് കോർപ്പറേഷനെ വിളിച്ചു വരുത്തി അവരോട് പണി ആരംഭിക്കാൻ പറഞ്ഞു. പണി ആരംഭിച്ചപ്പോൾ നേരത്തെ തടഞ്ഞവർ വീണ്ടും തടയാൻ രംഗത്ത് വന്നു. അവർ വലിയ പ്രബലന്മാരാണ്. ഗവൺമെൻറ് അവരുടെ പ്രബലതയ്ക്ക് മുന്നിൽ മറ്റൊന്നും ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അത്ര പ്രാബല്യമുള്ളവരായിരുന്നു അവർ, പ്രഗത്ഭരായിരുന്നു. പക്ഷേ അവർ മനസ്സിലാക്കിയില്ല ഇതൊരു പുതിയ ഗവൺമെൻറ്റാണ്. പുതിയെന്ന് പറഞ്ഞാൽ എങ്ങനെ? നാടിനോടാണ് പ്രതിബദ്ധത, പദ്ധതി നടപ്പാക്കുന്നതിനാണ് പ്രതിപത്തി, പദ്ധതി മുടക്കുന്നവരുടെ കൂടെയല്ല. പക്ഷെ ഒരു കാര്യം ചെയ്തു, അവരോട് അഭ്യർത്ഥിച്ചു, നിങ്ങൾ എതിർക്കരുത്, ഇത് നാടിൻ്റെ ആവശ്യമാണ്, സഹായിക്കണം, സഹകരിക്കണം. ആര് കേൾക്കാൻ? അവർ പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ നാട് നോടിച്ചവരല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും കാര്യമല്ല എന്ന മട്ടിലാണ് അവരെടുത്തത്. അപ്പോൾ വേറെ വഴിയില്ല, ഗവൺമെൻറ് വഴിക്കങ്ങ് പോകും. അവർ നേരെ വന്നു, ഇപ്പം എല്ലാം പൂർത്തിയായി, ബാക്കി കാര്യം ഞാൻ പറയേണ്ടതില്ല. ആ വൈദ്യുതി ലൈനിലൂടെ നല്ലതുപോലെ വൈദ്യുതി പ്രവഹിക്കുന്നു. ഇത് LDF സർക്കാരല്ലെങ്കിൽ ആ മുടങ്ങിയെടുത്ത് കിടക്കുന്നുണ്ടാവും. അപ്പം അതേപോലെ തന്നെ പുകലൂർ മാടക്കത്തറ ലൈൻ അതും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2550 മെഗാവാട്ട് ശേഷിയുള്ളതാണ് ഈ ലൈനുകൾ. അപ്പോൾ ഇറക്കുമതി ചെയ്യേണ്ടി വന്നാൽ വൈദ്യുതി ഇറക്കുമതി ചെയ്യാനുള്ള ലൈനുകൾ സജ്ജമായി കിടക്കുന്നു. പ്രസന്റ് രംഗത്ത് നാം നടപ്പാക്കിയ പരിപാടിയാണ് ട്രാൻസ്ഗ്രിഡ് പദ്ധതി. 10,000 കോടി രൂപയുടെ പദ്ധതിയാണ്. നല്ല മാറ്റം അതിൻ്റെ ഭാഗമായി ഉണ്ടാവുകയാണ്. ഇവിടെ കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ പുരോഗതി വൈദ്യുതി മന്ത്രി പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ ആവർത്തനത്തിലേക്ക് പോകുന്നില്ല.
വിവിധ പദ്ധതികൾ പൂർത്തിയാക്കാൻ പോകുന്ന കാര്യവും അദ്ദേഹം പറയുകയുണ്ടായി. ഇടുക്കി സുവർണ ജൂബിലി പദ്ധതി 240 മെഗാവാട്ട് ശേഷിയുള്ള ലക്ഷ്മി ജലവൈദ്യുത പദ്ധതി, 450 മെഗാവാട്ട് ശേഷിയുള്ള ശബരിഗിരി വിപുലീകരണ പദ്ധതി, ഇവയെല്ലാം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇടുക്കിയുടെ സുവർണ ജൂബിലി പദ്ധതി എന്ന് പറയുന്നത് 800 മെഗാവാട്ട് ശേഷിയാണ്. അപ്പോൾ ഇതെല്ലാം പുനരുപയോഗ സാധ്യതയുള്ള ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള പദ്ധതിയാണ്. എന്ന് പറഞ്ഞാൽ പ്രകൃതിക്കുണ്ടാകുന്ന ആഘാതം വളരെ കുറവായിരിക്കും. 2040 വൈദ്യുത ഉൽപ്പാദനം പൂർണ്ണമായും പുനരുപയോഗ സാധ്യതയുള്ള സ്രോതസ്സുകളെ ആശ്രയിച്ചായിരിക്കണം. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാട്. ഇപ്പോൾ ആദിവാസി ഉന്നതികളിലെല്ലാം വൈദ്യുതി എത്തിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ്. 43 നഗറുകളുടെ വൈദ്യുതീകരണം ഗ്രിഡ് മുഖേന നടപ്പിലാക്കിയിട്ടുണ്ട്. 40 നഗറുകളുടേത് ഹൈബ്രിഡ് മാതൃകയിലും നടപ്പാക്കുകയാണ്. ഇപ്പോൾ നെല്ലിയാമ്പതിയിൽ ആനമട ആദിവാസി മേഖല, അവിടേക്ക് ലൈൻ വലിച്ച് വൈദ്യുതി എത്തിക്കൽ പ്രയാസമാണ്. ഹൈബ്രിഡ് മാതൃകയിൽ പ്ലാന്റുകൾ സ്ഥാപിച്ച് വൈദ്യുതി എത്തിക്കാൻ നാം തയ്യാറായി. ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതിയെപ്പറ്റി പറഞ്ഞല്ലോ. എന്താ മാറ്റം? 3 400 kV സബ്സ്റ്റേഷനുകൾ, 22 220 kV സബ്സ്റ്റേഷനുകൾ, 3670 കിലോമീറ്റർ എക്സ്ട്രാ ഹൈടെൻഷൻ ലൈനുകൾ, ഇതെല്ലാം കേരളത്തിൽ സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതായത് വൈദ്യുതി ക്വാളിറ്റി പവറായിരിക്കണം, എപ്പോഴും അതിൻ്റെ ക്വാളിറ്റി നിലനിർത്താനാവണം. ഈ തരത്തിലുള്ള പരിപാടികൾ നടപ്പാക്കിയാൽ ഇത് സാധിക്കും. അതിൽ 440 kV സബ്സ്റ്റേഷൻ 1 നടപ്പായി കഴിഞ്ഞു. 13 220 kV സബ്സ്റ്റേഷൻ, 52 110 kV സബ്സ്റ്റേഷൻ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ബാക്കി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. 20,000-ലധികം ട്രാൻസ്ഫോമറുകൾ, 33 ലക്ഷം പുതിയ സർവീസ് കണക്ഷനുകൾ, ഇതെല്ലാം ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. KSEB ലാഭത്തിലേക്ക് നീങ്ങുകയാണ്. നല്ല കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി ആ സ്ഥാപനത്തെ വളർത്താൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആര് ഭരിച്ചാലും കണക്ക് തന്നെ എന്നൊരു ചൊല്ലുണ്ടല്ലോ. അതങ്ങനെയല്ല, അതാണ് ഈ കാണുന്നത്. അത് നാം കാണണം. നമ്മുടെ അനുഭവത്തിലുള്ളതാണത്, നാടിൻ്റെ അനുഭവത്തിലുള്ളതാണ്. ആര് ഭരിച്ചാലും ഒരുപോലെയല്ല. നാടിനോട് പ്രതിബദ്ധതയുള്ളവരും കോർപ്പറേറ്റുകളോട് മാത്രം പ്രതിബദ്ധതയുള്ളവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ഇതിലൊക്കെ കാണാൻ കഴിയുക. നാടിനോട് പ്രതിബദ്ധതയുണ്ടായാൽ അതിദാരിദ്ര്യമില്ലാത്ത നാടായിട്ട് മാറും. നമ്മുടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 5 ലക്ഷത്തിൽ പരം വീടുകൾ കിട്ടുന്ന നാടായിട്ട് മാറും. നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ 600-ൽ നിന്ന് 1600-ലേക്കും 1600-ൽ നിന്ന് 2000 എന്നതിലേക്കും മാറും. ഇതൊക്കെ നമ്മുടെ നേരിട്ടുള്ള അനുഭവത്തിലുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ ആ കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിറഞ്ഞ സന്തോഷത്തോടെ ഈ പദ്ധതിയുടെയും ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.